സദ്യകൾക്ക്, പ്രത്യേകിച്ച് ഓണസദ്യയ്ക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു വിഭവമാണ് അവിയൽ. അവിയൽ കേരളത്തിൻ്റെ പല ഭാഗത്തും പല രീതിയിലാണ് ഉണ്ടാക്കാറ്. ഇന്ന് ഞാൻ ഇവിടെ പാലക്കാടൻ രീതിയിലാണ് അവിയൽ ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് പിഴിപുളി ചേർക്കാതെ പുളിക്കു വേണ്ടി തൈരാണ് ഉപയോഗിക്കുന്നത്. പിന്നെ മുളക് പൊടി, മഞ്ഞപ്പൊടി ചേർക്കുന്നില്ല. അതുകൊണ്ട് പാലക്കാടൻ അവിയൽ വെളുത്താണ് ഇരിക്കുന്നത്. ഞാനിവിടെ 1/2 കിലോ വീതം ചേനയും കുമ്പളങ്ങയുമാണ് പ്രധാനമായും എടുത്തിരിക്കുന്നത്. ഇതോടൊപ്പം കുറച്ച് നേന്ത്രക്കായ, കുറച്ച് ക്യാരറ്റ്, കുറച്ച് കൊത്തവര, മുരിങ്ങക്ക എന്നിവയും എടുത്തിട്ടുണ്ട്. നേന്ത്രക്കായ്ക്ക് പകരം വാഴക്ക ഉപയോഗിച്ചാലും മതിയാവും. പച്ചക്കറികളെല്ലാം തൊലി കളഞ്ഞ് നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. പച്ചക്കറികൾക്കൊപ്പം പിന്നെ പ്രധാനമായും വേണ്ടത് സാമാന്യം നല്ല പുളിയുള്ള 1 കപ്പ് തൈരാണ്. അവിയലിന് പുളി വേറെ ചേർക്കാത്തതുകൊണ്ട് സാമാന്യം നല്ല പുളിയുള്ള തൈരാണ് ഉപയോഗിക്കേണ്ടത്. പിന്നെ അരപ്പ് തയ്യാറാക്കാനായി 1 കപ്പ് തേങ്ങയും കുറച്ച് ജീരകവും പച്ചമുളകും തയ്യാറാക്കി വെക്കണം. ആദ്യം തന്നെ ഒരു കടായിയിൽ നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് 4-5 കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് അതിലേക്ക് അരിഞ്ഞു വെച്ച ചേന ഇട്ട് കൊടുക്കണം. വെളിച്ചെണ്ണ ഉപയോഗിച്ച് പാചകം ചെയ്യുമ്പോഴാണ് കറികൾക്കൊക്കെ നല്ല സ്വാദ് കിട്ടുന്നത്. മറ്റു പച്ചക്കറികളെ അപേക്ഷിച്ച് ചേന വേവാൻ കൂടുതൽ സമയമെടുക്കും. അതുകൊണ്ട് ചേന ഒന്ന് വെന്ത് വന്നതിന് ശേഷം വേണം മറ്റു പച്ചക്കറികൾ ചേർക്കേണ്ടത്. ചേന ഇവിടെ ചെറുതായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് മറ്റു പച്ചക്കറികൾ ഓരോന്നായി ഇട്ട് കൊടുക്കാം. പച്ചക്കറികൾക്കൊപ്പം 3-4 പച്ചമുളക് കൂടി കീറിയിട്ട് കൊടുക്കണം. മുളക് പൊടി വേറെ ചേർക്കാത്തതുകൊണ്ട് എരിവുള്ള പച്ചമുളകാണ് ഇടേണ്ടത്. പച്ചക്കറികൾ വേവിക്കാനായി വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. പച്ചക്കറികളിൽ നിന്നും ഊർന്നു വരുന്ന വെള്ളവും പിന്നെ ആദ്യം ഒഴിച്ചു കൊടുത്ത എണ്ണയിലുമാണ് കഷ്ണങ്ങൾ വേവുന്നത്. ഇതോടൊപ്പം 1 സ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം. പണ്ടൊക്കെ തറവാടുകളിൽ ബാക്കി വരുന്ന എല്ലാ പച്ചക്കറികളും അവിയൽ ഉണ്ടാക്കാനായി ഉപയോഗിക്കാറുണ്ട്. എന്നാൽ കുഴഞ്ഞു പോകുന്ന കഷ്ണങ്ങൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് ചേമ്പും വഴുതനങ്ങയും വെണ്ടയ്ക്കയും തക്കാളിയും മറ്റും അവിയലിന് ഉപയോഗിക്കാറില്ല. കഷ്ണങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. വെള്ളം ഒഴിക്കാതെ വേവിക്കുന്നത് കൊണ്ട് അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇളക്കി കൊടുക്കുന്നത് വളരെ പ്രധാനമാണ്. ഇനി നമുക്ക് അവിയലിന് വേണ്ട ഒരു അരപ്പ് തയ്യാറാക്കാം. ഒരു മിക്സി ജാറിൽ 1 കപ്പ് പച്ചത്തേങ്ങയും 1 സ്പൂൺ ജീരകവും 2-3 പച്ചമുളകും ഇട്ട് വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം. തേങ്ങ ഒന്ന് ഒതുക്കി എടുക്കുകയാണ് വേണ്ടത്. പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ അവിയൽ കഷ്ണങ്ങളെല്ലാം പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. വേവ് കൂടാതെ നോക്കണം. വേവ് കൂടിയാൽ കഷ്ണങ്ങൾ കുഴഞ്ഞു പോകും. കഷ്ണങ്ങൾ നന്നായി ഇളക്കി അതിലേക്ക് എടുത്തു വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തതിന് ശേഷം കഷ്ണങ്ങൾ നന്നായി ഇളക്കി അടച്ചു വെച്ച് 2-3 മിനിറ്റ് കൂടി വേവിക്കാം. അരപ്പിൻ്റെ പച്ചമണം മാറാൻ വേണ്ടിയാണിത്. 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അരപ്പിൻ്റെ പച്ചമണം മാറി കഷ്ണങ്ങൾ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. അരപ്പ് കഷ്ണങ്ങളുമായി നന്നായി ചേർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. പുളി വേറെ ചേർക്കാത്തതുകൊണ്ട് സാമാന്യം നല്ല പുളിയുള്ള തൈരാണ് ചേർക്കേണ്ടത്. തൈര് ചേർത്തതിന് ശേഷം എല്ലാം നന്നായി ഇളക്കി യോജിപ്പിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 5-6 കറിവേപ്പിലയും ഇട്ട് പച്ച വെളിച്ചെണ്ണ താളിച്ച് കൊടുക്കാം. അവിയലിന് നല്ല സ്വാദ് കിട്ടുന്നത് നല്ല പച്ച തേങ്ങയും പച്ച വെളിച്ചെണ്ണയും ഉപയോഗിക്കുമ്പോഴാണ്. നമ്മുടെ സ്വാദിഷ്ടമായ അവിയൽ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഓണത്തിന് തന്നെ നിങ്ങളെല്ലാവരും അവിയൽ ഉണ്ടാക്കി നോക്കണം.